Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഇന്നത്തെ കഥയുടെ തലക്കെട്ട് ദ നൈറ്റിംഗെയിൽ ആൻഡ് ദ സ്നേക്ക്. വാനമ്പാടിയും പാമ്പും ഇതാണ് കഥയുടെ തലക്കെട്ട്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. എ നൈറ്റിംഗെയിൽ ലിവ്ഡ് ഇൻ എ ട്രീ. എ നൈറ്റിംഗെയിൽ ഒരു വാനമ്പാടി ലിവ്ഡ് ജീവിച്ചിരുന്നു ഇൻ എ ട്രീ ഒരു വൃക്ഷത്തിൽ. ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഷീ ഹാഡ് ബീൻ മേക്കിംഗ് എ നെസ്റ്റ്. ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഷീ ഹാഡ് ബീൻ മേക്കിംഗ് എ നെസ്റ്റ്. നെസ്റ്റ് എന്നാൽ പക്ഷിക്കൂട്. ഷീ ഹാഡ് ബീൻ മേക്കിംഗ് എന്നാൽ അവൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എ നെസ്റ്റ് ഒരു പക്ഷിക്കൂട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഷീ വാസ് ഗെറ്റിംഗ് റെഡി ടു ലേ ഹെർ എഗ് ഇൻ ഇറ്റ്. ഷീ വാസ് ഗെറ്റിംഗ് റെഡി അവൾ തയ്യാറെടുക്കുകയായിരുന്നു ടു ലേ ഹെർ എഗ്സ് ഇൻ ഇറ്റ്. ലേ എഗ് എന്നാൽ മുട്ടയിടുക എന്നാണ് അർത്ഥം. ഇനിറ്റ് എന്നാൽ അതിനകത്ത് ആ പക്ഷിക്കൂടിനകത്ത് മുട്ട ഇടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. എ പെയർ ഓഫ് സ്നേക്സ് ലിവ്ഡ് ഇൻ ദ ബറോ ഓഫ് ദ ട്രീ. എ പെയർ ഓഫ് സ്നേക്സ് ഒരു ജോഡി പാമ്പുകൾ ലിവ്ഡ് ജീവിച്ചിരുന്നു ഇൻ ദ ബറോ. ബറോ എന്നാൽ മാളം, മാളത്തിനകത്തായിട്ട് ഓഫ് ദ ട്രീ ആ വൃക്ഷത്തിൻ്റെ മാളത്തിനകത്തായിട്ട് ഒരു ജോഡി പാമ്പുകൾ ജീവിച്ചിരുന്നു. ദേ വർ വാച്ചിങ് ദ നൈറ്റിംഗെയിൽ. ദേ അവർ വർ വാച്ചിങ് അവകൾ നിരീക്ഷിക്കുകയായിരുന്നു ദ നൈറ്റിംഗെയിൽ ആ വാനമ്പാടി പക്ഷിയെ. ഹു വാസ് വെരി ഹാപ്പി ആൻഡ് പ്രിപ്പയറിംഗ് ടു ലേ എഗ്സ്. ഹു എന്നാൽ അവൾ, അവൻ എന്നൊക്കെയുള്ള അർത്ഥം. അതായത് ഈ വാനമ്പാടി പക്ഷി വാസ് വെരി ഹാപ്പി വളരെ സന്തോഷത്തിലായിരുന്നു. ആൻഡ് പ്രിപ്പയറിംഗ് തയ്യാറെടുക്കുകയായിരുന്നു ടു ലേ എഗ്സ്. എഗ്സ് എന്താണ് മുട്ടകൾ ഇടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരുന്നു. ആ പക്ഷി വളരെ സന്തോഷത്തിലുമായിരുന്നു. ആ പക്ഷിയെ എന്താണ് ആ പാമ്പുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വൺ ഡേ ദ നൈറ്റിംഗെയിൽ ലേയ്ഡ് 2 eggs. വൺ ഡേ ഒരു ദിവസം ദ നൈറ്റിംഗെയിൽ ആ വാനമ്പാടി പക്ഷി ലേയ്ഡ് ഇട്ടു 2 eggs 2 മുട്ടകൾ ഇട്ടു ഒരു ദിവസം. ഷീ വാസ് ചേർപ്പിംഗ് ഹാപ്പിലി ഹിയർ ആൻഡ് ദർ ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ചേർപ്പ് എന്നാൽ ചിലയ്ക്കുക, കൂവുക, ഇതൊക്കെയാണ് അർത്ഥം. മൂളുക. ഹിയർ ആൻഡ് ദർ എന്നാൽ അവിടെയും ഇവിടെയും എന്നാണ് അർത്ഥം. ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ആ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചിലയിച്ചുകൊണ്ട് ആ പക്ഷി നടന്നു. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ലീവ് ഹെർ എഗ്സ് അലോൺ. അലോൺ എന്നാൽ തനിച്ച്. ഷീ ഡിഡ് നോട്ട് വാണ്ട് അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല ടു ലീവ് വിട്ടുപോകാൻ അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകാൻ. എങ്ങനെ ഹെർ എഗ്സ് അവളുടെ മുട്ടകൾ അലോൺ തനിച്ച്. ആ മുട്ടകൾ തനിച്ച് അവിടെ ഇട്ടിട്ട് പോകാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബട്ട് ഷീ ഹാഡ് ടു ഗോ ഇൻ സെർച്ച് ഓഫ് ഫുഡ്. ബട്ട് പക്ഷേ ഷീ ഹാഡ് ടു ഗോ. ഷീ ഹാഡ് ടു ഗോ എന്നാൽ അവൾക്ക് പോകേണ്ടി വന്നു അല്ലെങ്കിൽ അവൾക്ക് പോകേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഷീ ഹാഡ് ടു ഗോ അവൾക്ക് പോകേണ്ടി വന്നു. ഇൻ സെർച്ച് ഓഫ് ഫുഡ് ഭക്ഷണം തിരഞ്ഞുകൊണ്ട്. പക്ഷേ അവൾക്ക് ഭക്ഷണം തിരഞ്ഞുകൊണ്ട് പോകേണ്ടി വന്നു. സോ ഷീ പുട്ട് ഡ്രൈ ഗ്രാസ് ഓൺ ദ എഗ്സ് ടു കവർ ദം ഫോർ സേഫ്റ്റി. സോ ആയതിനാൽ ഷീ പുട്ട് അവൾ ഇട്ടു ഡ്രൈ ഗ്രാസ്. ഡ്രൈ എന്നാൽ ഉണങ്ങിയ, ഗ്രാസ് എന്നാൽ പുല്ല്, ഉണങ്ങിയ പുല്ല് ഇട്ടു ഓൺ ദ എഗ്സ് ആ മുട്ടകൾക്ക് മുകളിലായിട്ട്. ടു കവർ മൂടി വെക്കാൻ വേണ്ടിയിട്ട്. ദം അവകൾ ആ മുട്ടകൾ മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ പുല്ലുകൾ ഇട്ടു. ഫോർ സേഫ്റ്റി സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ആ മുട്ടകൾ ആ ഉണങ്ങിയ പുല്ലുകൊണ്ട് അവൾ മൂടി വച്ചു. As soon as she left her nest, the snake came out. As soon as she left, അവൾ പോയതും ആ പക്ഷി പോയതും her nest അവളുടെ കൂട് വിട്ട് ആ പക്ഷി പോയതും the snakes പാമ്പുകൾ came out പാമ്പുകൾ പുറത്തേക്ക് വന്നു. climbed up the tree
ആൻഡ് എയ്റ്റ് ബോത്ത് ദ എഗ്സ്. ക്ലൈംബ് എന്നാൽ കയറുക. ക്ലൈംബ്ഡ് അപ്പ് ദ ട്രീ, വൃക്ഷത്തിൽ കയറി. ആൻഡ് എയ്റ്റ് എന്നാൽ ഭക്ഷിച്ചു. ഈറ്റ് എന്നാൽ ഭക്ഷിക്കുക. എയ്റ്റ് ഭക്ഷിച്ചു. ബോത്ത് എന്നാൽ രണ്ടും. ബോത്ത് എഗ്സ് ആ രണ്ട് മുട്ടകളും ആ പാമ്പുകൾ വൃക്ഷത്തിലേക്ക് കയറി ഭക്ഷിച്ചു. വെൻ ദ നൈറ്റിംഗെയിൽ റിട്ടേൺഡ്. വെൻ ആ സമയത്ത്. ദ നൈറ്റിംഗെയിൽ റിട്ടേൺഡ് ആ വാനമ്പാടി പക്ഷി തിരിച്ചു വന്ന സമയത്ത്. ഷീ ബിക്കെയിം വെരി അപ്സെറ്റ് ടു സീ ദാറ്റ് ഹെർ എഗ്സ് ഹാഡ് ബീൻ ഈറ്റൺ അവേ. ഷീ ബിക്കെയിം വെരി അപ്സെറ്റ് എന്നാൽ ദുഃഖിതയായ. ഷീ ബിക്കെയിം അവൾ ആയിത്തീർന്നു. വെരി അപ്സെറ്റ് ആ പക്ഷി അവൾ വളരെ ദുഃഖിതയായി തീർന്നു. ടു സീ അത് കണ്ട്. ഹെർ എഗ്സ് അവളുടെ മുട്ടകൾ ഹാഡ് ബീൻ ഈറ്റൺ അവേ അവളുടെ മുട്ടകൾ ഭക്ഷിച്ചു പോയിരുന്നു. അത് കണ്ട് അവൾ വളരെ ദുഃഖിതയായി. ദ എഗ് ഷെൽസ് വേർ ലൈയിങ് നിയർ ദ റൂട്ട് ഓഫ് ദ ട്രീ. ദ എഗ് ഷെൽ എന്നാൽ തോട് എന്നുള്ള അർത്ഥമാണ്. എഗ് ഷെൽസ് മുട്ടത്തോടുകൾ. വേർ ലൈയിങ് താഴെ കിടക്കുകയായിരുന്നു. നിയർ ദ റൂട്ട് ഓഫ് ദ ട്രീ. റൂട്ട് എന്നാൽ വേര്. ആ വൃക്ഷത്തിൻ്റെ വേരിന് അടുത്തായിട്ട് ആ മുട്ടയുടെ തൊലികൾ കിടക്കുകയായിരുന്നു. നൗ ഷീ അണ്ടർസ്റ്റുഡ് എവരിത്തിങ്. നൗ ഇപ്പോൾ. ഷീ അണ്ടർസ്റ്റുഡ് അവൾക്ക് മനസ്സിലായി. എവരിത്തിങ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവൾക്ക് മനസ്സിലായി. വെൻ ദ നൈറ്റിംഗെയിൽ സാറ്റ് ബൈ ഹെർ നെസ്റ്റ് ഗ്രീവിങ് അറ്റ് ദ ലോസ് ഓഫ് ഹെർ എഗ്സ്. വെൻ ആ സമയത്ത് അവൾക്ക് മനസ്സിലായ സമയത്ത്. ദ നൈറ്റിംഗെയിൽ ആ വാനമ്പാടി പക്ഷി സാറ്റ് ഇരുന്നു. ബൈ ഹെർ നെസ്റ്റ് അവളുടെ ആ കൂട്ടിന് അടുത്തായിട്ട് അവൾ ഇരുന്നു. ഗ്രീവിങ് ദ ലോസ് ഓഫ് ഹെർ എഗ്സ് അവളുടെ ആ മുട്ടകൾ നഷ്ടപ്പെട്ട അതിൽ ഖേദിച്ചുകൊണ്ട് അവൾ ഇരുന്നു. എ ഫയറി ഡിറ്റർമിനേഷൻ ബേൺഡ് വിത്തിൻ ഹെർ. എ ഫയറി എന്നാൽ കോപിക്കുന്ന, തീ പോലുള്ള, ജ്വലിക്കുന്ന. മറ്റൊരർത്ഥം വികാര തീവ്രമായ. ഡിറ്റർമിനേഷൻ എന്നാൽ തീരുമാനം. ഒരു വികാര തീവ്രമായ തീരുമാനം. ബേൺഡ് കത്തിജ്വലിച്ചു. വിത്തിൻ ഹെർ അവളുടെ മനസ്സിൽ. ഷീ വൗഡ് സൈലൻ്റ്ലി ടു ഹെർസെൽഫ്. വൗ എന്നാൽ ഇവിടെ അർത്ഥം ആണയിടുക, പ്രതിജ്ഞ ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. ഷീ വൗഡ് അവൾ പ്രതിജ്ഞ ചെയ്തു. സൈലൻ്റ്ലി നിശബ്ദമായിട്ട്. ടു ഹെർസെൽഫ് അവളോട് തന്നെ നിശബ്ദമായിട്ട് പ്രതിജ്ഞ ചെയ്തു. ഐ വിൽ നോട്ട് ലെറ്റ് ദ സ്നേക്സ് ഗോ അൺപണിഷ്ഡ് ഫോർ ഡിവവറിങ് മൈ പ്രഷ്യസ് എഗ്സ്. ഐ വിൽ നോട്ട് ലെറ്റ് ഞാൻ അനുവദിക്കില്ല. ദ സ്നേക്സ് ആ പാമ്പുകളെ ഞാൻ അനുവദിക്കില്ല. ഗോ അൺപണിഷ്ഡ് ശിക്ഷിക്കപ്പെടാതെ പോകാൻ ഞാൻ ആ പാമ്പുകളെ അനുവദിക്കില്ല. ഫോർ ഡിവവർ എന്ന വാക്കിനർത്ഥം നശിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. വാരി വിഴുങ്ങുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ രണ്ട് അർത്ഥങ്ങളിലും എടുക്കാവുന്നതാണ്. ആ പാമ്പുകളെ ശിക്ഷിക്കപ്പെടാതെ പോകാൻ ഞാൻ അനുവദിക്കില്ല. ഫോർ ഡിവവറിങ് നശിപ്പിച്ചതിന്. മൈ പ്രഷ്യസ് എന്നാൽ അമൂല്യമായിട്ടുള്ള എൻ്റെ വളരെ പ്രധാനപ്പെട്ട എഗ്സ് മുട്ടകൾ നശിപ്പിച്ചതിന് ആ പാമ്പുകളെ ശിക്ഷിക്കപ്പെടാതെ പോകാൻ ഞാൻ അനുവദിക്കില്ല. They have stolen my joy and I won't spare them for their heartless act. They have stolen അവർ കവർന്നെടുത്തിട്ടുണ്ട്. മൈ ജോയ് എൻ്റെ സന്തോഷത്തെ അവർ കവർന്നെടുത്തു. ഐ വോണ്ട് സ്പെയർ എന്നതിന് ഇവിടെ അർത്ഥം ദയ കാണിക്കുക, വിട്ടുകളയുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ വോണ്ട് സ്പെയർ ഞാൻ വിട്ടുകളയില്ല. ദം അവരെ ഞാൻ വിട്ടുകളയില്ല. ഫോർ ദെയർ ഹാർട്ട്ലെസ് ആക്ട്. ഹാർട്ട്ലെസ് എന്നാൽ ഹൃദയശൂന്യമായിട്ടുള്ള, നിഷ്കരുണനായ, ഇതൊക്കെയാണ് അർത്ഥം. നിഷ്കരുണമായ. ആക്ട് എന്നാൽ പ്രവൃത്തി. നിഷ്കരുണമായിട്ടുള്ള അവരുടെ പ്രവൃത്തിക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയില്ല. ഞാൻ അവരെ വെറുതെ വിടുകയില്ല. വിത്ത് എ റെസല്യൂട്ട് സ്പിരിറ്റ്. റെസല്യൂട്ട് എന്നാൽ അർത്ഥം അടിയുറച്ച എന്നുള്ള അർത്ഥമാണ്. സ്പിരിറ്റ് എന്നതിന് ഇവിടെ അർത്ഥം മനോഭാവം എന്നുള്ള അർത്ഥമാണ്. അടിയുറച്ച മനോഭാവത്തോടെ. ഷീ ഡിവൈസ് എന്നതിന് ഇവിടെ അർത്ഥം ആസൂത്രണം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഷീ ഡിവൈസ്ഡ് അവൾ ആസൂത്രണം ചെയ്തു. എ കണ്ണിങ് പ്ലാൻ. കണ്ണിങ് എന്നാൽ കൗശലമുള്ള, ഉപായമുള്ള, ഇതൊക്കെയാണ് അർത്ഥം. അവൾ ഒരു സമർത്ഥമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി.
ടു സീക്ക് ജസ്റ്റിസ്, നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നീതി തേടാൻ വേണ്ടിയിട്ട്. ഇവിടെ അർത്ഥം പകരം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്, പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്. ചിക്സ് എന്നാൽ ഇവിടെ പക്ഷിക്കുഞ്ഞുങ്ങൾ. അൺബോൺ എന്നാൽ ജനിച്ചിട്ടില്ലാത്ത, ജനിക്കാതെ പോയ. അവളുടെ ജനിക്കാതെ പോയ ആ കുട്ടികൾക്ക്, പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ പാമ്പുകളെ കൊലപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് അവൾ ഒരു സമർത്ഥമായിട്ടുള്ള ഒരു പ്ലാൻ രൂപീകരിച്ചു. ദ നൈറ്റിംഗെയിൽ വെന്റ് ടു എ ഗാർഡൻ വേർ ദ കിങ് യൂസ്ഡ് ടു കം ഫോർ ഹിസ് മോർണിംഗ് വോക്സ്. ദ നൈറ്റിംഗെയിൽ, ആ വാനമ്പാടി, വെന്റ് പോയി, ടു എ ഗാർഡൻ ഒരു പൂന്തോട്ടത്തിലേക്ക്, വേർ അവിടേക്ക്, ആ പൂന്തോട്ടത്തിലേക്ക്, ദ കിങ് യൂസ്ഡ് ടു കം രാജാവ് വരാറുണ്ടായിരുന്നു. ഇവിടെ യൂസ്ഡ് ടു എന്ന് എഴുതുമെങ്കിലും യൂസ്ഡ് ടു എന്നാണ് വായിക്കുക. ദ കിങ് യൂസ്ഡ് ടു കം രാജാവ് വരാറുണ്ടായിരുന്നു. ഫോർ ഹിസ് മോർണിംഗ് വോക്സ് അദ്ദേഹത്തിൻ്റെ രാവിലെയുള്ള നടത്തത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ പൂന്തോട്ടത്തിലേക്ക് വരാറുണ്ടായിരുന്നു. അവിടേക്ക് ആ വാനമ്പാടി പക്ഷി പോയി. ദ നൈറ്റിംഗെയിൽ ബിഗാൻ സിംഗിങ് എ സ്വീറ്റ് സോങ്. ദ നൈറ്റിംഗെയിൽ, ആ വാനമ്പാടി, ബിഗാൻ ആരംഭിച്ചു, സിംഗിങ് എ സ്വീറ്റ് സോങ് ഒരു മധുരമായിട്ടുള്ള ഗാനം പാടാൻ ആരംഭിച്ചു. ദ കിങ് വാസ് വെരി ഹാപ്പി ടു ഹിയർ സച്ച് എ നൈസ് ട്യൂൺ ഏർലി ഇൻ ദ മോർണിംഗ്. ദ കിങ് വാസ് വെരി ഹാപ്പി രാജാവ് വളരെ സന്തോഷവാനായിരുന്നു, ടു ഹിയർ കേട്ടതിൽ, സച്ച് എ നൈസ് ട്യൂൺ അത്തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള മധുര സ്വരം കേട്ടതിൽ രാജാവ് വളരെ സന്തോഷവാനായിരുന്നു. ഏർലി ഇൻ ദ മോർണിംഗ് അതിരാവിലെ അത്തരത്തിലുള്ള മധുര സ്വരം കേട്ടതിൽ രാജാവ് വളരെ സന്തോഷവാനായിരുന്നു. ദ നൈറ്റിംഗെയിൽ വാസ് ഓൾസോ അവെയർ ദാറ്റ് ദ കിങ് ഹാഡ് ബിക്കം ഹാപ്പി ടു ഹിയർ ഹെർ സ്വീറ്റ് സോങ്. ദ നൈറ്റിംഗെയിൽ വാസ് ഓൾസോ അവെയർ എന്താണ്? ആ വാനമ്പാടി പക്ഷിയും ബോധമുള്ളവളായിരുന്നു. ദാറ്റ് ദ കിങ് ഹാഡ് ബിക്കം ഹാപ്പി രാജാവ് വളരെ സന്തോഷവാനായിട്ടുണ്ട്. ടു ഹിയർ ഹെർ സ്വീറ്റ് സോങ് അവളുടെ മധുരമായിട്ടുള്ള ആ ശബ്ദം കേട്ട് രാജാവും വളരെ സന്തോഷവാനായി തീർന്നിട്ടുണ്ട് എന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ദ കിങ് റിയലൈസ്ഡ് ദാറ്റ് ദ സ്വീറ്റ് സോങ് ഓഫ് ദ നൈറ്റിംഗെയിൽ മെയ്ഡ് ഹിം ഫീൽ ഫ്രഷ്. ദ കിങ് റിയലൈസ്ഡ് ദാറ്റ് രാജാവിന് ബോധ്യമായി. ദാറ്റ് ദ സ്വീറ്റ് സോങ് ഓഫ് ദ നൈറ്റിംഗെയിൽ ആ വാനമ്പാടി പക്ഷിയുടെ മധുരമായിട്ടുള്ള ഗാനം മെയ്ഡ് ഹിം അദ്ദേഹത്തെ ആക്കി മാറ്റി. ഫീൽ ഫ്രഷ് അദ്ദേഹത്തെ ഉന്മേഷമുള്ളവനാക്കി മാറ്റി. രാജാവിനെ ആ മധുരമായിട്ടുള്ള ഗാനം ഉന്മേഷമുള്ളവനാക്കി മാറ്റിയെന്ന് രാജാവിന് മനസ്സിലായി. ആൻഡ് ഹി റിമെയിൻഡ് ഹാപ്പി ത്രൂ ഔട്ട് ദ ഡേ. ത്രൂ ഔട്ട് ദ ഡേ എന്നാൽ ദിവസം മുഴുവനായും എന്നുള്ള അർത്ഥമാണ്. എന്താണ് അത്? രാജാവിനെ ദിവസം മുഴുവനായിട്ടും സന്തോഷവാനാക്കി നിലനിർത്തി ആ മധുരമായിട്ടുള്ള ഗാനം. സോ അതുകൊണ്ട് ദ കിങ് മെയ്ഡ് ഇറ്റ് ഹിസ് എവരിഡേ റുട്ടീൻ. റുട്ടീൻ എന്നാൽ ദിനചര്യ. രാജാവ് അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവുമുള്ള ദിനചര്യയായിട്ട് ഇത് ആക്കി മാറ്റി. ആ പൂന്തോട്ടത്തിലേക്ക് വന്ന് പാട്ട് കേൾക്കൽ. അറ്റ് ദ റൈറ്റ് ടൈം കൃത്യസമയത്ത് വന്ന് പാട്ട് കേൾക്കൽ എന്താണ്? ഒരു പതിവ് ചര്യയാക്കിയിട്ട് മാറ്റി. ആൻഡ് ഹിയർ ദ വേർബ്ലിംഗ് ഓഫ് ദ നൈറ്റിംഗേൾ. വേർബിൾ എന്നാൽ പക്ഷികൾ പാടുക, രാഗമൂളുക, ഇതൊക്കെയാണ് അർത്ഥം. ആ വാനമ്പാടി പക്ഷിയുടെ ഗാനം കേൾക്കൽ രാജാവ് ആ പൂന്തോട്ടത്തിലേക്ക് വന്നിട്ട് രാജാവ് ആ പക്ഷിയുടെ ഗാനം കേൾക്കൽ ഒരു ദിനചര്യയാക്കിയിട്ട് മാറ്റി. വൺ ഡേ ഒരു ദിവസം ദ നൈറ്റിംഗേൾ ഡിഡ് നോട്ട് കം ടു ദ ഗാർഡൻ. ഒരു ദിവസം ദ നൈറ്റിംഗേൾ ആ വാനമ്പാടി ഡിഡ് നോട്ട് കം വന്നില്ല. ടു ദ ഗാർഡൻ ആ പൂന്തോട്ടത്തിലേക്ക് ഒരു ദിവസം വന്നില്ല. ദ കിങ് ഫെൽറ്റ് സാഡ് രാജാവിന് ദുഃഖം തോന്നി. ഫെൽറ്റ് എന്നാൽ തോന്നി. ഹി പോണ്ടേഡ്. പോണ്ടർ എന്നാൽ ആലോചിക്കുക എന്നാണ് അർത്ഥം. ഹി പോണ്ടേഡ് അദ്ദേഹം ആലോചിച്ചു. വൈ ഈസ് ദ നൈറ്റിംഗേൾ ഡിഡ് നോട്ട് സിംഗിങ് ടുഡേ. എന്തുകൊണ്ടാണ് ഇന്ന് ആ വാനമ്പാടി ഗാനം ആലപിക്കാത്തത്? ഈസ് സംതിങ് റോങ് എന്തെങ്കിലും മോശമായത് സംഭവിച്ചോ? മേ ബി ഷീ ഈസ് ഇൻ ട്രബിൾ ഒരു പക്ഷേ അവൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടാകും. ഹി ഓർഡേർഡ് ദ ഗാർഡ്സ്
അദ്ദേഹം പടയാളികളോട് ഉത്തരവിട്ടു. ഗോ ഫൈൻഡ് ദ നൈറ്റിംഗേൾ. പോകുക, എന്നിട്ട് ആ വാനമ്പാടി പക്ഷിയെ കണ്ടെത്തുക. രാജാവ് പടയാളികളോട് ഉത്തരവിട്ടു. ഡിസ്കവർ വൈ ഷീ ഹാസിൻഡ് കം ടു സിങ് ഇൻ ദ ഗാർഡൻ. ഡിസ്കവർ കണ്ടെത്തുക. വൈ ഷീ ഹാസിൻഡ് കം എന്തുകൊണ്ട് അവൾ വന്നില്ല. ടു സിങ് ഗാനം ആലപിക്കാൻ വേണ്ടി. ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിൽ അവളുടെ ഗാനം മൂളാൻ വേണ്ടി എന്തുകൊണ്ട് വന്നില്ല, അത് കണ്ടെത്തുക. ഐ വാല്യൂ ഹെർ സോങ്സ്. വാല്യൂ എന്നാൽ വിലമതിക്കുക, ആദരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഞാൻ അവളുടെ ഗാനത്തെ ആദരിക്കുന്നു. ആൻഡ് ഇഫ് ഷീ ഈസ് ഇൻ ട്രബിൾ. അവൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വി മസ്റ്റ് ഹെൽപ്പ് ഹെർ. നമ്മൾ തീർച്ചയായിട്ടും അവളെ സഹായിക്കണം. ബ്രിങ് മീ ന്യൂസ് ഓഫ് ഹെർ വെൽബീയിങ്. വെൽബീയിങ് എന്നാൽ അർത്ഥം സൗഖ്യം, ക്ഷേമം, ഇതൊക്കെയാണ് അവസ്ഥ. അവളുടെ ക്ഷേമം അന്വേഷിച്ച് എന്നെ അറിയിക്കുക, രാജാവ് പറഞ്ഞു. ദ ഗാർഡ്സ് കുഡ് നോട്ട് ഫൈൻഡ് ദ നൈറ്റിംഗേൾ. ദ ഗാർഡ്സ് കുഡ് നോട്ട്, ആ ഭടന്മാർക്ക് കുഡ് നോട്ട് സാധിച്ചില്ല. ഫൈൻഡ് ദ നൈറ്റിംഗേൾ, ആ വാനമ്പാടി പക്ഷിയെ കണ്ടെത്താൻ ആ ഭടന്മാർക്ക് സാധിച്ചില്ല. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. ദ നൈറ്റിംഗേൽ കെയിം ടു ദ ഗാർഡൻ. ആ വാനമ്പാടി വന്നു. ടു ദ ഗാർഡൻ, പൂന്തോട്ടത്തിലേക്ക് വന്നു. ബട്ട് ഷീ വാസ് നോട്ട് സിംഗിങ്. ബട്ട് പക്ഷേ ഷീ വാസ് നോട്ട് സിംഗിങ്, അവൾ ഗാനം ആലപിക്കുന്നുണ്ടായിരുന്നില്ല. ദ കിങ് റിയലൈസ്ഡ് ദാറ്റ് സംതിങ് വാസ് റോങ് വിത്ത് ഹെർ. ദ കിങ് റിയലൈസ്ഡ് ദാറ്റ്, രാജാവിന് അത് ബോധ്യമായി. സംതിങ് വാസ് റോങ് വിത്ത് ഹെർ, അവൾക്ക് എന്തോ മോശമായത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് രാജാവിന് മനസ്സിലായി. ഹി ഓർഡേർഡ് ഹിസ് ഗാർഡ്സ് ടു ഫോളോ ഹെർ. ഹി ഓർഡേർഡ്, അദ്ദേഹം ഉത്തരവിട്ടു, രാജാവ്. ഹിസ് ഗാർഡ്സ്, അദ്ദേഹത്തിൻ്റെ ഭടന്മാരോട്. ടു ഫോളോ ഹെർ, ആ പക്ഷിയെ പിന്തുടരാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. ദ നൈറ്റിംഗേൽ ഫ്ലൂ ഫ്രം ദർ ആൻഡ് റീച്ച്ഡ് ദ ട്രീ. ദ നൈറ്റിംഗേൾ, ആ വാനമ്പാടി. ഫ്ലൂ എന്നാൽ പറന്നു. ഫ്ലൈ എന്നാൽ പറക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഫ്ലൂ, പറന്നു. ഫ്രം ദർ, അവിടെ നിന്നും പറന്നു. ആൻഡ് റീച്ച്ഡ് ദ ട്രീ, എന്നിട്ട് അവിടെ നിന്ന് പറന്നിട്ട് ആ വൃക്ഷത്തിൽ എത്തിച്ചേർന്നു. ദ ഗാർഡ്സ് ഓൾസോ റീച്ച്ഡ് ദർ ഫോളോവിങ് ഹെർ. ദ ഗാർഡ്സ് ഓൾസോ, ആ ഭടന്മാരും റീച്ച്ഡ്, എത്തിച്ചേർന്നു. ദർ, അവിടേക്ക് എത്തിച്ചേർന്നു. ഫോളോവിങ് ഹെർ, അവളെ പിന്തുടർന്നുകൊണ്ട്, ആ വാനമ്പാടിയെ പിന്തുടർന്നുകൊണ്ട് ആ വൃക്ഷത്തിനടുത്തേക്ക് എത്തിച്ചേർന്നു. ദേ സോ ദാറ്റ് ദ നൈറ്റിംഗേൾ വാസ് സിറ്റിംഗ് ബൈ ദ സൈഡ് ഓഫ് ഹെർ നെസ്റ്റ്. ദേ സോ ദാറ്റ്, അവർ അത് കണ്ടു. ദ നൈറ്റിംഗേൾ, വാനമ്പാടി. വാസ് സിറ്റിംഗ്, ഇരിക്കുകയായിരുന്നു. ബൈ ദ സൈഡ് ഓഫ് ഹെർ നെസ്റ്റ്, അവളുടെ കൂടിന് അടുത്തായിട്ട് ഇരിക്കുകയായിരുന്നു. അത് അവർ കണ്ടു. ദർ വേർ 3 eggs ഇൻ ഇറ്റ്. അതിനകത്ത് 3 മുട്ടകൾ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് ലെയ്ഡ് എഗ്സ് അഗെയിൻ, അവൾ വീണ്ടും മുട്ടകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ദ നൈറ്റിംഗേൽ ഓൾറെഡി ഹാഡ് എ സ്മോൾ പെബിൾ ഇൻ ഹെർ ബീക്ക്. ദ നൈറ്റിംഗേൾ ഓൾറെഡി ഹാഡ്, ആ വാനമ്പാടിക്ക് നിലവിൽ തന്നെ അവളുടെ അടുത്ത് ഉണ്ടായിരുന്നു. എ സ്മോൾ പെബിൾ. പെബിൾ എന്നാൽ ചെറിയ കല്ല്, ഒരു ചെറിയ കല്ല് നിലവിൽ തന്നെ അവളുടെ അടുത്ത് ഉണ്ടായിരുന്നു. ഇൻ ഹെർ ബീക്ക്. ബീക്ക് എന്നാൽ പക്ഷിയുടെ കൊക്ക്. അവളുടെ കൊക്കിൽ നിലവിൽ തന്നെ ഒരു ചെറിയ കല്ല് ഉണ്ടായിരുന്നു. ഷീ ഡെലിബറേറ്റ്ലി ഡ്രോപ്ഡ് ഇറ്റ് അറ്റ് ദ റൂട്ട് ഓഫ് ദ ട്രീ. ഷീ ഡെലിബറേറ്റ്ലി എന്നാൽ കരുതിക്കൂട്ടി, മനഃപൂർവ്വം. ഡ്രോപ്പ് എന്നാൽ താഴെ ഇടുക. ഡ്രോപ്ഡ്, താഴെ ഇട്ടു, കരുതിക്കൂട്ടി അവൾ താഴെ ഇട്ടു. ഇറ്റ്, അത്, ആ ചെറിയ കല്ല്. അറ്റ് ദ റൂട്ട് ഓഫ് ദ ട്രീ, ആ വൃക്ഷത്തിൻ്റെ വേരിന് അടുത്തേക്ക് ഇട്ടു. തിങ്കിങ് ദാറ്റ് എൻ എഗ് ഹാഡ് ഫോളൻ ഫ്രം ദ നെസ്റ്റ്. തിങ്കിങ് ദാറ്റ്, അത് ചിന്തിച്ചുകൊണ്ട്. എൻ എഗ് ഹാഡ് ഫോളൻ ഫ്രം ദ നെസ്റ്റ്, ആ പക്ഷിക്കൂടിനകത്ത് നിന്നും ഒരു മുട്ട താഴേക്ക് വീണിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട്, എന്ന് വിചാരിച്ചുകൊണ്ട്. ദ പെയർ ഓഫ് സ്നേക്സ് കെയിം ഔട്ട് ഓഫ് ദെയർ ഹോൾസ്. ദ പെയർ ഓഫ് സ്നേക്സ്,
ആ ഒരു ജോഡി പാമ്പുകൾ കെയിം ഔട്ട് പുറത്തേക്ക് വന്നു ഓഫ് ദെയർ ഹോൾസ് അവരുടെ ആ മാളങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്നു. ദ ഗാഡ് സോ ദ സ്നേക്സ് ആ ഭടന്മാർ ആ പാമ്പുകളെ കണ്ടു. നൗ ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ നൈറ്റിംഗേൾസ് പ്രോബ്ലം. നൗ ഇപ്പോൾ ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ദ നൈറ്റിംഗേൾസ് പ്രോബ്ലം ആ വാനമ്പാടി പക്ഷിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലാക്കാതിച്ചു. ദേ കിൽഡ് ദം ദേ അവർ ആ ഭടന്മാർ കിൽഡ് കൊലപ്പെടുത്തി ദം അവരെ ആ പാമ്പുകളെ കൊലപ്പെടുത്തി. ഓൺ ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ വെൻ ദ കിങ് കെയിം ടു ദ ഗാർഡൻ രാജാവ് പൂന്തോട്ടത്തിലേക്ക് വന്നപ്പോൾ ഹി ഹേർഡ് ദ മെലോഡിയസ് വോയിസ് ഓഫ് ദ നൈറ്റിംഗെയിൽ. ഹി ഹേർഡ് അദ്ദേഹം രാജാവ് കേട്ടു ദ മെലോഡിയസ് വോയിസ് മെലോഡിയസ് എന്നാൽ സ്വരമാധുര്യമുള്ള വോയിസ് സ്വരമാധുര്യമുള്ള ശബ്ദം ഓഫ് ദ നൈറ്റിംഗെയിൽ ആ വാനമ്പാടി പക്ഷിയുടെ സ്വരമാധുര്യമുള്ള ശബ്ദം രാജാവ് കേട്ടു. ഷീ വാസ് സിംഗിങ് എ വെരി ഹാപ്പി മൂഡ് അവൾ വളരെ സന്തോഷഭാവത്തോടെ ഗാനം ആലപിക്കുകയായിരുന്നു. ദ കിങ് ഓൾസോ ബിക്കെയിം വെരി ഹാപ്പി രാജാവും വളരെ സന്തോഷവാനായി തീർന്നു. ദ നൈറ്റിംഗേൾ വാസ് എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു ദ കിങ് ആ വാനമ്പാടി രാജാവിനോട് അങ്ങേയറ്റം നന്ദി ഉള്ളവളായി. ആസ് ആയതിനാൽ ദ കിങ് ഹാഡ് പെർമനൻ്റ്ലി പോസ്റ്റ് എന്നാൽ നിയമിക്കുക, പെർമനൻ്റ്ലി എന്നാൽ സ്ഥിരമായിട്ട് രാജാവ് നിയമിച്ചു ഗാർഡ്സ് കാവൽക്കാരെ നിയമിച്ചു. ടു ടേക്ക് കെയർ ഓഫ് ഹെർ നെസ്റ്റ് അവളുടെ ആ കൂടിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് രാജാവ് കാവൽക്കാരെ നിയമിച്ചു. ഇൻ ഓർഡർ ടു ഷോ ഹെർ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ഓർഡർ ടു എന്നാൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നു, ഇവിടെയാണ് ഇത് ഉപയോഗിക്കുക. മറ്റൊരു ഉദാഹരണം ഇൻ ഓർഡർ ടു ഗോ ടു ദ ഓഫീസ് ഐ ബോട്ട് എ കാർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാറ് വാങ്ങിച്ചു, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നു. ഇവിടെ എന്താണ് ഇൻ ഓർഡർ ടു ഷോ ഹെർ ഗ്രാറ്റിറ്റ്യൂഡ് അവളുടെ നന്ദി കൃതജ്ഞത കാണിക്കാൻ വേണ്ടിയിട്ട്. ഷീ വുഡ് കം ടു ദ ഗാർഡൻ അവൾ പൂന്തോട്ടത്തിലേക്ക് വരാറുണ്ടായിരുന്നു എവരി ഡേ എല്ലാ ദിവസവും. ആൻഡ് മേക്ക് ദ കിങ് ഹാപ്പി എന്നിട്ട് രാജാവിനെ സന്തോഷവാനാക്കുന്നു വിത്ത് ഹെർ സോങ്സ് അവളുടെ മധുരമായിട്ടുള്ള ആ ഗാനങ്ങൾ കൊണ്ട് രാജാവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു.